എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിനു ശങ്കർ, നാച്ചുറൽ ഹീലിംഗ് സെൻറ്റർ, കൊയിലാണ്ടി, കോഴിക്കോട്. നമുക്ക് അറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ പൊതുവെ എല്ലാവർക്കും ഒരു ചിരിക്കാൻ മടിയാണ്, അല്ലേ? കാരണം പരസ്പരം നമ്മൾ കാണുമ്പോൾ തന്നെ അവർ ചിരിച്ചിട്ട് നമ്മൾ ചിരിക്കാമെന്ന് വിചാരിച്ച് ചിരിക്ക് പിശുക്ക് കാണിക്കുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ചിരിക്കാൻ എപ്പോഴും മുഖത്ത് വലിയ ഗൗരവം കൊടുക്കുന്ന ആൾക്കാരുണ്ട്, അല്ലേ? നിങ്ങളൊന്ന് വെറുതെ ഒന്ന് ചിരിച്ചു നോക്കിയാൽ, ഇപ്പം ഇരിക്കുന്ന എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ വെറുതെ ഒന്ന് ചിരിച്ചു നോക്കിയാൽ, വെറുതെ ചിരിക്കുന്ന ആൾക്കാർക്ക് വട്ടുണ്ടാവും എന്നൊക്കെ പറയാറുണ്ട്. എന്നാലും നിങ്ങൾ വെറുതെ ഒന്ന് ചിരിച്ചു നോക്കുമ്പോൾ ആ ഉള്ളിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരാളോട് ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം ഫീൽ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, മറ്റൊരാൾക്കല്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും വളരെ വലിയ എന്തെങ്കിലും പ്രയാസമൊക്കെ അനുഭവിച്ച് ഇങ്ങനെ പോവുകയാണെന്ന് വിചാരിക്കുക. പെട്ടെന്നായിരിക്കും നമ്മുടെ കൂടെ പഠിച്ച ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ച സുഹൃത്തിനെ കാണുന്നു, അല്ലേ? പെട്ടെന്ന് നമ്മൾ വർഷങ്ങളായിട്ട് കണ്ടിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു വേണമെങ്കിൽ ഒരു അടിയെല്ലാം പുറത്ത് കൊടുത്ത് സംസാരിച്ച് കുറേ നല്ല നിനക്ക് തടി കൂടിപ്പോയല്ലോ, അത് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ അവരോടെങ്കിലും സംസാരിച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ടെൻഷനും മാറിയതായിട്ട് ഫീൽ ചെയ്യും. കാരണം ശരിക്കും അത്രമാത്രം പവറുണ്ട് നമുക്ക്. കാരണം മനുഷ്യനെ കോർത്തിണക്കാനും സ്നേഹബന്ധം നിലനിർത്താനും പ്രശ്നങ്ങൾ കുറയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ രോഗങ്ങൾ കുറയ്ക്കാനും എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഇന്ന് ലാഫിംഗ് തെറാപ്പി എന്നുള്ള മേഖല വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ചിരി ചികിത്സാ ശാസ്ത്രത്തെ പറയുന്നത് ജലറ്റോളജി എന്നാണ്. ശരിക്കും നമ്മുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കുന്നു, ഏതാണ്ട് 768ഓളം നാഡികൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. 768ഓളം നാഡികൾ സ്റ്റിമുലേറ്റ് ചെയ്യാവുന്ന മാത്രമല്ല, പോസിറ്റീവായി ഹോർമോൺ ഹാപ്പിനെസ് ഹോർമോൺസ് വളരെ ഹൈ ആവുന്നുണ്ട്. എക്സ്പെഷ്യലി ഡോപ്പമിനൊക്കെ വളരെ കൂടും. ആ ഡോപ്പമിനെല്ലാം കൂടിയാൽ നമുക്ക് സന്തോഷം, പിന്നെയും പിന്നെയും സന്തോഷം ഫീൽ ചെയ്യാം. അതുകൊണ്ടാണ് ചിലപ്പോൾ ചില കാരണത്തിന് എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ കാര്യമായി ചിരിച്ചു കഴിഞ്ഞാൽ, നന്നായിട്ട് ചിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ കൂടുതൽ ചിരി വരുന്നതായിട്ട് നമുക്ക് അനുഭവം ഉണ്ടാകും. അപ്പോൾ ചിരി ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ തരുന്നതാണ്. അപ്പോൾ ചിരിക്കാൻ പഠിക്കണം, നമ്മൾ ചിരിക്കണം. ഞാൻ തമാശയായിട്ട് ചില ക്ലാസ്സുകളിലെല്ലാം പറയാറുണ്ട്, ഒരു കഥ പോലെ. ഒരു 50 വർഷം കഴിഞ്ഞാൽ ഒരു ജനക്കൂട്ടം ഇങ്ങനെ ഓടുകയാണ്. കുറേ ജനക്കൂട്ടം ഇങ്ങനെ ഓടിപ്പോകും. മറ്റുള്ളവർ ചോദിക്കുക എവിടേക്കാണ് പോകുന്നത്. അത് അപ്പുറത്തെ ഒരു സ്ഥലത്ത് ഒരു ആലിൻ ചുവട്ടിലൊരാൾ വന്നിരിക്കുന്നുണ്ട്, ആൾ ചിരിക്കുന്ന മനുഷ്യനാണ് എന്ന് ഒരു പക്ഷേ കേൾക്കേണ്ടി വരും. കാരണം എല്ലാവരും ചിരി മറന്നു പോവുകയാണ്. ആരും ചിരിക്കാതെ ചിരിക്കുന്ന മനുഷ്യനില്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയെന്ന് ചിന്തിച്ച് നോക്കിയാൽ. അപ്പോൾ അത്രമാത്രം എഫക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചിരി ഒരു സിദ്ധൌഷധമായിട്ട് കാണണം. ഇത് ലാഫിംഗ് തെറാപ്പി സെൻറ്ററുകളിലുണ്ട്. അപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളത്, ചിരി ശരിക്കും പറഞ്ഞാൽ വെറുതെ വെറുതെ ചിരിച്ചാലോ എന്ന് വിചാരിക്കും, അല്ലേ? എന്നാൽ ഞാൻ ഒരു ലാഫിംഗ് ട്രെയിനറും കൂടിയാണ്, ഇൻ്റർനാഷണൽ ലാഫിംഗ് യോഗ ട്രെയിനറും കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് ആ ഒരു ഭാഗത്ത് നിങ്ങളോട് പറയാനുള്ളത്, അവർ പ്രാക്ടീസ് ചെയ്യിക്കും, നിങ്ങൾ വെറുതെ ചിരിപ്പിക്കും. പക്ഷേ ആ ചിരി നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റം വളരെ വലുതാണ്. കാരണം നമുക്ക് ചിരി വരാതെ കാരണം ഒരു ചിരിക്കാൻ പലപ്പോഴും ഒരു കാരണം വേണം. അതൊന്നെങ്കിലും ഒരു തമാശ കേൾക്കണം, അല്ലേ? അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ നമുക്ക് ചിരി വരാം. എന്തെങ്കിലും ഒരു കോമഡിയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരാം. ഒന്നുമില്ലാണ്ട് ചിരിച്ചാൽ അതിൻ്റെ സുഖം ഉണ്ടാകുമോ, ഫലം ഉണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ വെറുതെ ചിരിച്ചു നോക്കിയാൽ കുറച്ച് പേര് ഒരുമിച്ചിരുന്നിട്ട് വെറുതെ ഇങ്ങനെ ചിരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് എന്താണ്, ഓട്ടോമാറ്റിക്കലി ചിരി വരും. വെറുതെ ചിരിച്ചാൽ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് എന്ത് വരുന്നുണ്ട്, ചിരി വരുന്നുണ്ട്. അപ്പോൾ കാരണം വേണോന്ന് ചോദിച്ചാൽ വേണ്ട, പക്ഷേ രണ്ടിന് എഫക്റ്റ് ഉണ്ടോ? തീർച്ചയായിട്ടും എഫക്റ്റ് ഉണ്ട്. അത് അങ്ങനെ ചിരിക്കുമ്പോൾ യഥാർത്ഥ ചിരി നമ്മളിൽ നിന്ന് പുറത്ത് വരുമ്പോൾ നമുക്ക് ആ ഫലം നമുക്ക് ശരിക്കും ലഭിക്കുന്നുണ്ട്. എന്തെല്ലാം കുറയും, ഇതാണ് ഏറ്റവും പ്രധാനം. സ്ട്രെസ്, നമ്മുടെ ശരീരത്തിൽ ഇമോഷണൽ ഫീലിങ്സ് ഉണ്ടാക്കുന്ന ഒരു ഗ്രന്ഥിയുണ്ട്. ഞാൻ ചിരിക്കണേ തന്നെ ഒരു ഗ്രന്ഥി പ്രവർത്തിക്കണം നമുക്കറിയാം, അല്ലേ? ശരീരത്തിലെ അഡ്രിനാലിൻ ഗ്ലാൻഡ് പ്രവർത്തിക്കണം. പക്ഷെ നെഗറ്റീവ് ഇമോഷൻസ്, എനിക്ക് ഭയം അല്ലെങ്കിൽ സ്ട്രെസ്സ്, ടെൻഷൻ എന്നിവ മൂലം അഡ്രിനാലിൻ, നോൺ അഡ്രിനാലിൻ പോലുള്ള വസ്തുക്കളൊക്കെ എൻ്റെ രക്തത്തിലേക്ക് ഈ ഗ്ലാൻഡ്സ് കടത്തിവിടും. അങ്ങനെ സ്ട്രെസ് ഹോർമോൺസ് ഒരുപാട് എൻ്റെ ശരീരത്തിൽ കടന്നു വരുന്ന സ്ട്രെസ് ഹോർമോൺസുകളെല്ലാം കത്തിച്ച് കളയാൻ ഈ ചിരി സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാക്സിമം ചിരിക്കാനുള്ള ഒരവസരവും നമ്മൾ പാഴാക്കാതെ ചിരി നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് മാറ്റാൻ ശ്രമിക്കണം.
കാരണം ഇന്ന് നമുക്കറിയാം 2 ചിരി ദിനങ്ങൾ നമ്മൾ ആഘോഷിക്കുന്നുണ്ട് അല്ലേ? കേരളത്തിൽ തന്നെ 3 ചികിത്സ അല്ല, ലാഫിംഗ് ക്ലബ്ബ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതൊന്ന് തിരുവനന്തപുരത്താണ്, ഒന്ന് താനൂര്, ഒന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എറണാകുളമാണ്. ഇത്തരം 3 സ്ഥലങ്ങളിലായിട്ടുണ്ട്. അതിൽ താനൂരുള്ളത് കോഴിക്കോടേക്ക് മാറ്റിയെന്ന് പറയുന്നു. അവിടെയൊക്കെ ആൾക്കാർ വന്നിട്ട് വെറുതെ ഇരുന്ന് ചിരിക്കാൻ വേണ്ടി പോവുക. നമ്മളൊരു യോഗ മാറ്റെല്ലായിട്ട് പോകുമ്പോൾ എവിടെ പോകുന്നത്, യോഗയ്ക്ക് പോകാമെന്ന് പറയുന്ന പോലെ ഒരു വൈകുന്നേരം തന്നെ കുറച്ച് ആൾക്കാരൊക്കെ മാറ്റെല്ലായിട്ട് പോകുമ്പോൾ എവിടെയാണ് പോകുന്നത്, നിങ്ങൾ ലാഫിങ് യോഗ. കാരണം കുറച്ച് പ്രാക്ടീസും ഒക്കെ ഉണ്ട്, അതിൻ്റെ കൂടെ ചിരിയുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇതിൽ ഏറ്റവും വലിയ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആസ്പിരിൻ കണ്ടന്റ്. സാധാരണ ഹൃദ്രോഗികൾക്ക് സ്ട്രോക്ക് വന്നവർ അല്ലേ, ഹാർട്ട് അറ്റാക്ക് ബ്രെയിൻ അറ്റാക്ക് വന്ന ആൾക്കാരൊക്കെ ശരിക്കും ബ്ലഡ് നേർക്കാൻ കുടിക്കുന്ന മരുന്നാണ് ആസ്പിരിൻ കണ്ടന്റുള്ള മരുന്ന് അല്ലേ. പല ശാരീരിക വേദനകൾക്ക്, വാദസംബന്ധമായതിനൊക്കെ ഇത്തരം മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ മരുന്നുകളുടെ എഫക്റ്റാണ് എന്ത് ചെയ്യുന്നത്, ഈ ലാഫിംഗ് തെറാപ്പിയിലൂടെ നമുക്ക് കിട്ടുന്നത്. ബ്ലഡ് നേർക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്, ബ്ലഡിൻ്റെ ഗാഢത കുറയാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രഷർ, നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ ഗാഢത കൂടുന്നതിനനുസരിച്ചിട്ട് ഹാർട്ട് ഉപയോഗിക്കുന്ന പമ്പിങ്ങിൻ്റെ അളവാണ് ബ്ലഡ് പ്രഷർ. അതുകൊണ്ടാണ് പൊതുവേ നമ്മൾ ആക്ച്വലി ബ്ലഡ് പ്രഷർ മീൻസ് ഫുഡ് പ്രഷർ എന്ന് പറയുന്നത്. കാരണം ബ്ലഡ് പ്രഷറല്ല, നമ്മൾ അമിതമായ തെറ്റായ ഫുഡൊക്കെ കഴിച്ച് രക്തത്തിലെ ടോക്സിൻ വർദ്ധിച്ചിട്ട് രക്തത്തിൻ്റെ ഗാഢത കൂടും. അങ്ങനെ കൂടുന്ന സമയത്ത് ഹാർട്ടിന് നമ്മുടെ ഏതാണ്ട് 72,000 നാഡികളിലേക്ക് രക്തം എത്തിക്കാനുള്ള പമ്പിങ്ങിൻ്റെ അളവിനെയാണ് നമ്മൾ BP എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് ഇത് ഹാർട്ടിൻ്റെ എന്തുണ്ടായി, BP കൂടും. അതിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ ലാഫിങ്ങിലേക്ക് വരുമ്പോൾ ആ സ്ട്രെസ് ഹോർമോൺസ് കുറയാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ സ്ട്രെസ് ഹോർമോൺസിനെ കുറയ്ക്കുന്ന സമയത്ത് ശരിക്കും BP കുറയുന്നുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഈ ചിരി ക്ലബ്ബുമായിട്ട് സഹകരിച്ച് നോക്കുമ്പോൾ പല ആൾക്കാരും പറയുന്നത് ഒരാഴ്ച വന്ന് ചിരിച്ചപ്പോൾ BP നന്നായിട്ട് കുറഞ്ഞു എന്നാണ്. ഒരാഴ്ച വന്ന് ചിരിച്ചപ്പോൾ BP നന്നായിട്ട് കുറഞ്ഞു എന്ന് അങ്ങനെ പറയുന്ന എത്ര ആൾക്കാരുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ലൈഫിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്ന് വെച്ചിട്ട് നമ്മൾ അസ്ഥാനത്തൊക്കെ ചിരിച്ചാൽ ചിലപ്പോൾ വേറെ പ്രയാസങ്ങളൊക്കെ വരും, അത് നമ്മൾ ചിന്തിക്കണം അല്ലേ. അപ്പോൾ ഒരു ബോധപൂർവം ഉള്ളൊരു ചിരി, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ചിരി നല്ലതാണെന്ന് വിചാരിച്ചിട്ട് എവിടെയെങ്കിലും പുറത്തെല്ലാം പോയിട്ട് എന്നിട്ടൊരു പൊതുസ്ഥലത്തൊക്കെ പോയിട്ട് വെറുതെ ചിരിച്ചാൽ സംഭവിക്കുന്ന വേറൊന്നുമില്ല. നമ്മളെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ വന്ന് നമ്മളെ ഒരു വണ്ടിയിൽ കയറ്റിയിട്ട് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകും, ആരെയും കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചിരിക്കാൻ പാടില്ല. ഞാൻ ഉദ്ദേശിച്ചത് കൂട്ടമായിട്ട് ലാഫിംഗ് ക്ലബ്ബ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അവിടെയുള്ള ചിരിക്കാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അത് ശരിക്കും കാരണം ലങ്സൊക്കെ ഫ്രീ ആകുന്നതായിട്ട് നമുക്ക് ശരിക്കും അത് അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചിരിയിലൂടെ നമുക്ക് സ്ട്രെസ് ഹോർമോൺസ് കുറയ്ക്കാം, അതുപോലെ ബോഡിയിൽ ഓക്സിജൻ കണ്ടന്റ് കൂട്ടാം, അമിതമായ ക്ഷീണം കുറയും, BP കുറയാൻ സഹായിക്കുന്നുണ്ട്, അങ്ങനെ സ്ട്രെസ് കുറയാനും സഹായിക്കുന്നുണ്ട്. ആങ്സൈറ്റി, ഡിപ്രഷൻ അതുപോലുള്ള ലഘു മാനസിക പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ശാരീരികവും മാനസികമായിട്ടും ഒരുപാട് ഗുണങ്ങൾ തരുന്ന ഒരു സിദ്ധ ഔഷധമാണ് ചിരി. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടുള്ള നിർദ്ദേശം, ചിരി എന്താക്കി മാറ്റുക, ഒരു ശീലമാക്കി മാറ്റുക. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.